വീട്ടമ്മ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് തനി നാടൻ രീതിയിലുള്ള ഒരു കറിയാണ്. അതിനുള്ള സാധനങ്ങൾ ഒട്ടുമിക്കതും തന്നെ എൻ്റെ തോട്ടത്തിൽ നിന്ന് ഞാൻ പറിച്ചെടുത്തിട്ടുള്ളവയാണ്. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് പരിപ്പ് പപ്പായ കറി. അതിന് ആവശ്യമുള്ള സാധനങ്ങൾ: പപ്പായ, പരിപ്പ്, തക്കാളി, പച്ചമുളക്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കടുക്, വേപ്പില, വെളിച്ചെണ്ണ, തേങ്ങ. അപ്പോൾ നമുക്ക് ആദ്യം കപ്പങ്ങ തൊലി കളഞ്ഞ് നുറുക്കിയെടുക്കാം. ഇപ്പോൾ നമ്മൾ കപ്പങ്ങ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. തേങ്ങ ചിരകി ഇത് ഇനി നന്നായിട്ട് അരച്ചെടുക്കണം. നമുക്ക് തക്കാളി മുറിച്ച് കഷ്ണങ്ങളാക്കി എടുക്കാം. തേങ്ങ നമ്മളിവിടെ നന്നായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പരിപ്പ് വേവിക്കാനായി കുക്കർ അടുപ്പത്ത് വയ്ക്കാം. കഴുകി വെച്ചിരിക്കുന്ന പരിപ്പ് കുക്കറിലേക്ക് ഇടാണ്. ഒരു കപ്പ് വെള്ളം ഒഴിച്ച് നമുക്ക് 2 വിസിൽ കേൾക്കുന്ന വരെ വേവിക്കാം. അപ്പോൾ നമ്മുടെ പരിപ്പ് വെന്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ നുറുക്കി കഴുകി വെച്ചിരിക്കുന്ന കപ്പങ്ങ ഇടാം. ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ്, ഒരു സ്പൂൺ മുളക് പൊടി, അര സ്പൂൺ മഞ്ഞൾപ്പൊടി, മുളക് നീളത്തിൽ കീറിയത്, രണ്ട് തണ്ട് വേപ്പില, കപ്പങ്ങ വേകാനുള്ള വെള്ളം. നമുക്കിനി ഇത് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ നമ്മുടെ കപ്പങ്ങ ഒരുവിധം വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തക്കാളിയും തേങ്ങ അരച്ചതും ചേർത്ത് ഒന്നുകൂടി വേവിക്കാം.
അരപ്പ് തിളച്ച് നമ്മളുടെ തക്കാളിയും വെന്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കറി ഏകദേശം പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് ഇതിൽ വറുത്തിടാം. അതിനായിട്ട് നമുക്ക് ചീനച്ചട്ടി അടുപ്പത്ത് വയ്ക്കാം. ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ, വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഒരു ടീസ്പൂൺ കടുക്, 4 വറ്റൽമുളക്, ഒരു 2 വേപ്പില, അയ്യോ നമ്മുടെ കറി പാകമായിട്ടുണ്ട്. ഇത് ഞാനിത് മറ്റൊരു പാത്രത്തിലേക്ക് പകർത്താണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ കറി വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.